ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഒരു പാത്രം കഴുകാനുള്ള ഒരു ലോഷനല്ല വിം ബാർ പോലെയൊക്കെയുള്ളൊരു സംഭവമാണേ. അതിനായിട്ട് 15 മുട്ടയുടെ തോടെടുത്തിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം ബാർ സോപ്പ് എടുത്തിട്ടുണ്ട്, 2 സ്പൂൺ സോഡാപ്പൊടി, 1 സ്പൂൺ പഞ്ചസാര, 1 ഗ്ലാസ് തിളച്ച വെള്ളം. ഇതെല്ലാം കൂടെ നമുക്ക് മിക്സിയുടെ ജാറിലേക്കിട്ട് അരച്ചെടുക്കാം. അതിനായിട്ട് ഞാൻ സോപ്പൊന്ന് നുറുക്കിയെടുത്തിട്ടുണ്ട്. മുട്ടയൊന്ന് പൊടിച്ചു കൊടുക്കാം. നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് മുട്ടത്തോടിടാം. മുറിച്ച് വെച്ച സോപ്പ് കഷ്ണങ്ങൾ നമുക്കിതിനകത്തോട്ടിടാം. 1 സ്പൂൺ പഞ്ചസാര ഇടാം. സോഡാപ്പൊടി 2 സ്പൂൺ ഇടാം. നമുക്കിതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തിട്ട് വരാം. ഞാൻ നന്നായിട്ട് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു ചെറിയ പാത്രത്തിലേക്ക്, ഡിസ്പോസിബിൾ പാത്രങ്ങളിലേക്ക് മാറ്റാം. അതിനായിട്ട് ഞാൻ ഇങ്ങനൊരു പാത്രം എടുക്കുന്നുണ്ട്, ഇങ്ങനൊരു പാത്രം എടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഏത് പാത്രത്തിൽ വേണം എടുക്കാം, പ്ലാസ്റ്റിക് പാത്രമാകണമെന്നേ ഉള്ളൂ. നമുക്ക് ഇത്രയും സാധനം അതിനകത്തുനിന്ന് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നല്ല ലൂസായിട്ടാണ് ഇരിക്കുന്നത്. തണുത്ത് കഴിയുമ്പം നന്നായിട്ട് ഉറഞ്ഞിരിക്കും കേട്ടോ. സോപ്പ് പോലെ തന്നെ നല്ല സൂപ്പർ സാധനമാണ്. പാത്രമൊക്കെ വെട്ടി തിളക്കും കേട്ടോ. ഞാനൊന്ന് സിങ്ക് കഴുകി കാണിച്ചു തരാം കേട്ടോ. അതിൻ്റെ ജാറ് പറ്റിയിരിക്കുന്നതാണ് എടുക്കുന്നത്. ഒരു സ്ക്രബ്ബറോ അല്ലെങ്കിൽ നെറ്റിൻ്റെ കഷ്ണമില്ലേ, അതൊക്കെ നല്ലതാണ് കേട്ടോ പാത്രം കഴുകാൻ. അത് വെച്ച് ഞാൻ കഴുകി കാണിക്കാതെ. കണ്ടോ ഗൈസ്, എന്നാ തിളക്കമാന്ന് നോക്കിയേ. നല്ല നല്ല സൂപ്പർ സാധനമാണ്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. പാത്രമെല്ലാം നല്ല വെട്ടി തിളങ്ങും. ചായക്കറിയുള്ള ഗ്ലാസ്, പൈപ്പ്, ടൈല് എല്ലാം കഴുകാൻ പറ്റും കേട്ടോ. പാത്രങ്ങളാണ് കൂടുതലും കഴുകാൻ നല്ലത്. എന്നുവെച്ചാൽ നമ്മുടെ കൈക്കൊന്നും കുഴപ്പമില്ലല്ലോ. അതുകൊണ്ട് നല്ല തിളങ്ങും, നന്നായിട്ട് വൃത്തിയാകുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. എല്ലാവരും ഉണ്ടാക്കി നോക്കണം, സപ്പോർട്ട് ചെയ്യണേ.